ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം. പമ്പ മുതൽ ചരണപാതകളിലെല്ലാം തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ടാണ് ഭക്തരെ 18ാം പടി കയറ്റുന്നത്. ശരണപാതകളിലെല്ലാം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ നടപ്പന്തൽ, ശരംകുത്തി, അപ്പാച്ചിമേട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും 18ാം പടിക്ക് താഴെയുമെല്ലാം ഭക്തരുടെ അഭൂതപൂർവമായ തിരക്ക് നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. സോപാനത്തും സ്ഥിതി വ്യത്യസ്തമല്ല. ഫ്ലൈ ഓവറിന് മുകളിലടക്കം ഭക്തരുടെ നീണ്ട നിരയാണുള്ളത്. 18ാം പടി കയറി പരമാവധി ഭക്തർക്ക് ദർശനം ലഭ്യമാക്കുക എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യ പരിഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഭക്തരെ 18ാം പടി കയറ്റിയുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ തിരക്ക്. മണ്ഡലപൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് സന്നിധാനത്ത് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പലർക്കും 10 മണിക്കൂറിലധികം വരി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വരി നിന്ന് കുഴയുന്ന ഒരു സാഹചര്യമാണ് സന്നിധാനത്ത് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന ഔഷധവെള്ളവും അതോടൊപ്പം ലഘുഭക്ഷണവും മാത്രമാണ് ഇവർക്ക് ചെറിയൊരു ആശ്വാസമായിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും ഇത്തരത്തിൽ ഔഷധവെള്ളം ഉൾപ്പെടെ വിതരണം ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഭക്തർ നാളെയും മറ്റന്നാളുമായി ശബരിമല സന്നിധാനത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നാളെ വൈകിട്ട് 3 മണിക്കല്ല നട തുറക്കുന്നത്, വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുന്നത്. 6 മണിക്ക് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തും. അതിനുശേഷമാണ് മഹാദീപാരാധന നടക്കുക. നാളെ 2 മണിക്കൂർ വൈകി നട തുറക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ഭക്തർക്ക് ശബരിമലയിൽ നാളെ ദർശനം കൊടുക്കാൻ കഴിയും എന്നൊരു ആശങ്ക ഭക്തർക്കുണ്ട്. കാരണം കൂടുതൽ ഭക്തർ നാളെയും മറ്റന്നാളുമായി സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതര സംസ്ഥാനത്ത് നടക്കം ഭക്തർ കൂട്ടമായി എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, നിലയ്ക്കലിലടക്കം ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയും ഈ ഗതാഗത ക്രമീകരണങ്ങൾ തുടരും എന്ന കാര്യത്തിൽ തർക്കമില്ല. പമ്പയിൽ നിന്നും ഭക്തർ ശബരിമലയിലേക്ക് കൂട്ടമായി എത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട്. കാരണം കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നത് അത് വലിയ പ്രശ്നത്തിനിടയാക്കും എന്നത് മുൻകൂട്ടി കണ്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കടക്കുന്നത്. ദർശനം നടത്തിയ ഭക്തരോടെല്ലാം തന്നെ എത്രയും വേഗം സന്നിധാനത്തു നിന്നും തിരികെ മടങ്ങാൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം കൂടുതൽ ഭക്തർ സന്നിധാനത്ത് തമ്പടിക്കുകയാണെങ്കിൽ അത് സന്നിധാനത്തെ തിരക്ക് വർദ്ധിക്കാൻ ഇടയാകുകയും വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് ഉൾപ്പെടെ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് എത്രയും വേഗം ഭക്തരോട് ദർശനം പൂർത്തിയാക്കിയ ശേഷം തിരികെ മടങ്ങാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി 2 ദിവസം മാത്രമാണ് മണ്ഡലപൂജ പൂർത്തിയാക്കി നടയടയ്ക്കാൻ ബാക്കിയുള്ളത്. അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഇന്നത്തെ സമാനമായ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് സന്നിധാനത്തുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്.